മറാദിയിൽ നമ്മൾ ഇടയ്ക്ക് വിസിറ്റ് ചെയ്യാറുള്ള സ്ഥലമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്തായിരുന്നു, ഭയങ്കര ചൂടൊക്കെ ആയിട്ട് ഉണങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോൾ സമ്മർ തുടങ്ങുന്നതിന് മുന്നേ അടിപൊളി മഴയാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ മഴ കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം, മരങ്ങളൊക്കെ കുറച്ചൊക്കെ വെട്ടിയിട്ടുണ്ട്, കുറച്ചൊക്കെ നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ല ബോഗൺവില്ലയുടെ റോസ് കളറുള്ള പൂക്കളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ വേറെ കളറിലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ മസ്റ്റ് ആൻഡ് ഷുഡ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ വാദി അൽ മറാദി, ദുബായിലെ അൽ ഖവനീജ് ഭാഗത്തുള്ള. ഇവിടെ വന്നിട്ട് കുറച്ച് നേരം നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ്. മൈൻഡ് സ്ട്രെസ്സൊക്കെ മാറ്റാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ ഇവിടെ വന്നിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ വേറെ സ്ഥലങ്ങളൊന്നുമില്ല. ഇവിടെ കൺജസ്റ്റൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് റോഡിലൊക്കെ വണ്ടി പാർക്ക് ചെയ്യാം. വേറെ പോലീസൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറ്റി കൊടുക്കണം. അതുകൊണ്ട് വേറെ ഒരുപാട് വണ്ടികളൊക്കെ അവിടെ വന്നിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്, വീഡിയോ ഒക്കെ വന്നെടുക്കുന്നുണ്ട്. കൂടുതലും അറബിക് പീപ്പിൾസാണ് ഇവിടെ കൂടുതലായിട്ടും വരുന്നത്. അപ്പം അങ്ങനെ നല്ലൊരു ഈവനിങ് വാദി അൽ മറാദിയിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ വാഹനമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ കണ്ട നല്ലൊരു സ്ഥലം. ഇവിടെ ചെറിയ ചെറിയ മണൽ തിട്ടയിലൊക്കെ വളരുന്ന ചെറിയ ചെടികൾ, ശരിക്കും മരുഭൂമി എത്തിയ പോലെ കേട്ടോ. പക്ഷെ ഇവിടെ ഓപ്പൺ പ്ലേസ് ആണ്. നമ്മുടെ കാറൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരാൻ പേടിയാണ്, കാരണം ഇവിടെയൊക്കെ നല്ല മണലാണ്. ചിലപ്പോൾ ഇവിടെ കൊണ്ടുപോകാൻ നമ്മുടെ 4 വീൽ ഡ്രൈവ് അല്ലാത്തതുകൊണ്ടും ചിലപ്പോൾ മണലിൽ താന്നു പോയി ഇവിടെ രക്ഷിക്കാൻ വേറെ ആരും വരാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല. നമ്മളവിടെ നിന്ന് റിവേഴ്സ് എടുത്ത് പോകാൻ നോക്കുന്നു. പാടുണ്ടോ, ടയറിൻ്റെ പാടൊക്കെ ഉണ്ട്. പിന്നെ സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി പോകുന്നു. ഞങ്ങളവിടെ നിന്ന് റിവേഴ്സ് എടുത്ത് വണ്ടി കൊണ്ടുപോവുകയാണ്. ഇതാണ് നമ്മുടെ വാദി അൽ മറാദിയിൽ വന്നിട്ടുള്ള കാഴ്ച. ഇതിൻ്റെ എൻട്രൻസ് അവിടെ നിന്നായിരുന്നു. പക്ഷെ നമ്മൾ എൻട്രൻസിൻ്റെ കയറി ഈ മരങ്ങളൊക്കെ തിങ്ങി നിൽക്കുന്ന നല്ല രസമുള്ള ഒരു വഴിയാണ്. അവിടെയൊക്കെ നിന്നിട്ട് നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല സീനറി ഉണ്ട്. പിന്നെ ഈ റോഡ് സൈഡിൽ മൊത്തം നല്ല പച്ചപ്പ്, മഴയ്ക്ക് ശേഷം ഇങ്ങനെ റോഡിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന കാഴ്ച. അങ്ങ് അകലെയായിട്ട് സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു ഫാമാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. നല്ല സെറ്റ് കാഴ്ചയാണ് അവിടെ. ഇവിടെ പുല്ലൊക്കെ ഇങ്ങനെ ഇടതൂർന്ന് വളർന്ന് നിൽക്കുന്നു. അത് റോഡിലേക്ക് ഇങ്ങനെ ഈ മുടിയൊക്കെ വളർന്നിട്ട് ചാടി കിടക്കില്ല എന്ന് പറയുന്ന പോലെ. ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഇത് നമ്മൾ വണ്ടി ഇട്ടതിൻ്റെ മുന്നിലുള്ള കാഴ്ച. മഴയ്ക്ക് ശേഷമാണെന്നുകൊണ്ട് ഇത്രയും തളിരിട്ടിരിക്കുന്നത്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. സൂപ്പർ. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള കായ്കളും പൂവുകളാണ്. ദുബായിൽ ഇങ്ങനെ ഒരു സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അങ്ങനെ ഞങ്ങൾ പോകുന്ന സമയത്ത് കുതിരക്കാർ വരുന്നതാണ് കാണുന്നത്. ഹായ്. ഇത് സംബന്ധിച്ച കരാറിൽ ദുബായ് മുനിസിപ്പാലിറ്റിയും ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ചും ഒപ്പുവെച്ചു.